സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഓണത്തിൻ്റെ വെക്കേഷനൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലായിരിക്കുമല്ലേ? ഓണത്തിൻ്റെ വെക്കേഷൻ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പം നമുക്കിന്നൊരു അടിപൊളി ഒരു പട്ട ഉണ്ടാക്കിയാലോ? വെറും പട്ടമല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് പറക്കുന്ന പട്ടാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലേ പട്ടം പറത്താൻ. അപ്പം നമുക്ക് അവരുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പട്ടം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലേ? അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ആദ്യം തന്നെ ഒരു ഷിമ്മിക്കൂട് എടുക്കുക. പഴയ ഷിമ്മിക്കൂട് എടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റം കട്ട് ചെയ്ത് കളയും. നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയില്ലായിരുന്നോ, അതിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ആ നീളനെ ഇങ്ങനെ രണ്ട് സൈഡും കീറിയിട്ട് ഇങ്ങനെ നീളനെ ഒന്ന് ആക്കിയെടുക്കുക. അതിന് ശേഷം രണ്ട് സൈഡും ഇങ്ങനെ നീളനെ കീറിയെടുക്കുക. നമുക്കതിലൊരു ഷീറ്റ് ആവശ്യമുള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു ഷീറ്റ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഒരു ഈർക്കിലെടുത്തിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ആദ്യം നേരെ ഒരു ഈർക്കിൽ വെക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് സെലോ ടേപ്പോ പശ ഉപയോഗിക്കില്ല കേട്ടോ. പശ ഉപയോഗിച്ചാൽ അത് ഒട്ടില്ല. അപ്പോൾ നമുക്ക് സെലോ ടേപ്പോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പോ ഒട്ടിക്കുക. അപ്പോൾ അങ്ങനെ താഴെ വരെ ഒരു 3-4 ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അടുത്തത് ഇങ്ങനെ വളയം പോലെ ഒന്ന് വളച്ച് രണ്ടാമത്തെ ഈർക്കിലി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കാണിക്കുന്ന പോലെ തന്നെ നല്ലപോലെ പട്ടം ഈർക്കിലി സെറ്റാക്കിയില്ലെങ്കിൽ പട്ടം പറക്കില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് മറ്റേ പീസ് ആവശ്യമില്ലാന്ന്, പക്ഷേ ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ചിറക് പോലെ പിടിപ്പിക്കാൻ വേണ്ടി മറ്റേ പീസിൽ നിന്ന് ഇങ്ങനെ നീളത്തിൽ കുറച്ച് പീസുകൾ കട്ട് എന്നിട്ട് അത് ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ സെലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ 3 അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കുക. എടുക്കുമ്പം ഓരോന്നിലും ഒരേ സൈസായിരിക്കും വേണ്ടത്. ഒരെണ്ണത്തിൽ 5 അപ്പുറത്തിൽ 5 തന്നെ വേണം, അല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് കാരണം പറക്കില്ല. എന്നിട്ടൊരു നൂലെടുത്തിട്ടൊരു തീർന്ന പെന്നിൽ റോൾ ചെയ്തിട്ട് നമ്മുടെ ഈർക്കിലി നമ്മളിപ്പോൾ ഒട്ടിച്ച പട്ടത്തിൻ്റെ നടുക്കുള്ള ഈർക്കിലിയിൽ നടുക്ക് ഭാഗത്തായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. നടുക്ക് തന്നെ കെട്ടണം, അല്ലെങ്കിൽ അത് പറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോകൾ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടണും കൂടി ഒന്ന് എന്നുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളോട് ഞാൻ ഏതൊരു വീഡിയോ ചെയ്തപ്പോൾ ഡ്രോയിങ്ങിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുക, കമൻറ്റൊക്കെ ഇടപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.